ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് സോഷ്യൽ ഡയമെൻഷൻസ് ഓൺ ബിഹേവിയറിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സോറി, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ വീഡിയോ 2 പാർട്ടിൽ അവസാനിപ്പിക്കാമെന്നാണ്. പക്ഷേ അത് പറ്റും തോന്നുന്നില്ല. കാരണം ഇത് ഓരോ ടോപ്പിക്കും കുറച്ച് കൂടുതലുണ്ട് ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പാർട്സ് ഈ ടോപ്പിക്കിന് ഉണ്ടാവും. അപ്പം ഇന്നത്തെ പാർട്ടിൽ തൽക്കാലം ഇതിൻ്റെ നെക്സ്റ്റ് പോർഷനായ ഗ്രൂപ്പ് ഡൈനാമിക്സ് മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം ഗ്രൂപ്പ് ഡൈനാമിക്സിൽ തന്നെ കുറച്ച് അതിൻ്റേതായ ഫാക്ടേഴ്സ്, ബെനിഫിറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇനി ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു ഗ്രൂപ്പിനകത്തോ അല്ലെങ്കിൽ 1-2 ഗ്രൂപ്പുകൾ തമ്മിലോ ഉള്ള ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സസ് ഇതിനിടയിലൊക്കെ അറിയുന്ന, ഒന്നുകിൽ ഒരു ഗ്രൂപ്പിനകത്ത് ഇൻഡിവിജ്വൽസ് തമ്മിൽ അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സുകളെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡൈനാമിക്സിനകത്ത് എന്തൊക്കെ വരും? ഇൻഡിവിജ്വൽസ് എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, എന്തിന്? ഒരു കോമൺ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട്. ഇനി ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് അവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഗ്രൂപ്പിൻ്റെ ഒരു ഓവറോൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ തന്നെയായിരിക്കും. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡൈനാമിക്സിൻ്റെ കീ ആസ്പെക്ട്സ് എന്ന് പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് നോക്കാം. ആദ്യത്തെ ആസ്പെക്റ്റാണ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെ, ഒരു ഫോം ചെയ്തതിന് ശേഷം എന്തൊക്കെ ആ ഗ്രൂപ്പുകളിൽ നടക്കുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആദ്യത്തെ പോയിൻറ്റ് ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഗ്രൂപ്പുകൾ ഒരു ഫിക്സഡ് സ്റ്റേജസിൽ കൂടിയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്നത്. ആ സ്റ്റേജസ് അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ ഓർത്തോണേ. അത് ആ ടെക്സ്റ്റിൽ കാണുന്ന പോലെ തന്നെ ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് അഡ്ജേണിങ്. അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ ആ പ്രോസസ്സ് കടന്നു പോകുന്നത്. ഫോമിങ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, ആരൊക്കെ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നു, മെമ്പേഴ്സ് ഒരുമിച്ച് വരുന്നു, ഒരു ഗ്രൂപ്പ് നമ്മളിതാ ഫോം ചെയ്യുന്നു. ഇനി സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ നമുക്കത് ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ള രീതിയിൽ എടുക്കാം. ആ ഗ്രൂപ്പിന് എന്തൊക്കെ ആയിരിക്കണം അതിൻ്റെ ആക്ടിവിറ്റീസ്, എന്തിനാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. 3 നോമിങ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു റൂൾസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എങ്ങനെയായിരിക്കണം നമ്മൾ ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് നോമിങ്. പെർഫോമിങ് എന്ന് വെച്ചാൽ എന്തിനു വേണ്ടി ആ ഗ്രൂപ്പ് ഫോം ചെയ്തോ ആ ആക്ടിവിറ്റി ചെയ്യുക. ആൻഡ് ഫൈനലി അഡ്ജേണിങ്, ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പ് പിരിഞ്ഞു പോവുക. ഇതാണ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്തൊരു കീ ആസ്പെക്റ്റാണ് ഇൻറ്ററാക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്. അതായത് ഒരു ഗ്രൂപ്പിനകത്തെ ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബിഹേവിയറിനെയും ആറ്റിറ്റ്യൂഡിനെയും പെർഫോമൻസിനെയും ഗ്രൂപ്പ് പെർഫോമൻസിനെയൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻറ്ററാക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്. 3 റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു ഗ്രൂപ്പ് പെർഫോം ചെയ്യണമെങ്കിൽ, നന്നായിട്ട് എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിന് ഡെഫിനറ്റ് ആയിട്ടുള്ള റോളും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇന്ന ആൾ, ഇപ്പം നമ്മളൊരു ജനറലി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് നോക്കിയാൽ നമുക്കറിയാം. ഇന്ന ആൾ സെക്രട്ടറി, ഒരാൾ ട്രഷറർ, ഇന്ന ആൾ മറ്റേ ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നത്, ഇന്ന ആൾ അക്കൗണ്ടൻറ്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. അങ്ങനെയാണെങ്കിലേ ക്ലാരിറ്റിയോടുകൂടി ആ ഗ്രൂപ്പിൻ്റെ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. ഇത് ഗ്രൂപ്പിൻ്റെ ഒരു കൊഹിഷൻ, അതായത് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതിനെയും ആ ഗ്രൂപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റിയെയും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിൻ്റാണ് ഗ്രൂപ്പ് കൾച്ചർ ആൻഡ് നോംസ്. അതായത് ഒരു ഗ്രൂപ്പിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഷെയർഡ് വാല്യൂസ്, മൂല്യങ്ങൾ ഷെയർ ചെയ്ത്, അതായത് ഒരേപോലെയുള്ള വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, ബിലീഫ്സ്, പിന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻസ്, ഇതെല്ലാം തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു കൾച്ചറിനെ ഷെയ്പ്പ് ചെയ്തെടുക്കും.
ആ ഗ്രൂപ്പ് കൾച്ചർ ഇൻഫ്ലുവൻസും ചെയ്യും എങ്ങനെ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്റ്റ് ചെയ്യുന്നു എന്ന്. അടുത്തത് ലീഡർഷിപ്പ് ആൻഡ് പവർ ഡൈനാമിക്സ്. അതായത് ഒരു ഗ്രൂപ്പിന് എപ്പോഴും ഒരു ലീഡർ ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. അതായത് തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരുടെ കൺസെൻറ്റോടു കൂടി തന്നെ ആയിരിക്കും, എന്നാലും എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ ആ ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ആ പവർ ഗ്രൂപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആർക്കൊക്കെ അതോറിറ്റി ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതാണ് ലീഡർഷിപ്പ് ആൻഡ് പവർ ഡൈനാമിക്സ്. ഫൈനലി കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. ആ ഗ്രൂപ്പിനകത്ത് പല തരത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നും പല രീതിയിൽ നിന്നും വന്നിട്ടുള്ള മെമ്പേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ അവിടെ ഡെഫിനറ്റായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമ്പം അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ശരിയായിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയും ചെയ്താലേ ആ ഗ്രൂപ്പ് എന്തിനാണോ ഫോം ചെയ്തിരിക്കുന്നത് ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗ്രൂപ്പ് എഫക്റ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എഫക്റ്റീവ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നമുക്ക് വേണം. ഇനി നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. നമ്പർ 1, ആ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ പേഴ്സണാലിറ്റി. അതായത് ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി, അവരുടെ എക്സ്പീരിയൻസ്, അവർ ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ആ ഗ്രൂപ്പിൻ്റെ ഡൈനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. 2, ഗ്രൂപ്പ് കോമ്പസിഷൻ. അതായത് വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി. അതിലത് ഡൈവേഴ്സിറ്റി, പിന്നെ ആൾക്കാരുടെ ഇൻഡിവിജ്വൽസിൻ്റെ സ്കിൽസ്, എന്തൊക്കെ കഴിവുകൾ അവർക്കുണ്ട്, അവർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്നുള്ളതെല്ലാം ആ ഗ്രൂപ്പിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. അതിനകത്ത് പല സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ട്. അതിൽ ഇപ്പോൾ ഒരു ടാസ്ക് ഫോഴ്സ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാനുള്ള ഒരു കമ്പനിയിൽ പർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അപ്പോൾ ആ ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോൾ അതിനകത്ത് നല്ലതായിട്ട് ഐഡിയാസ്, ക്രിയേറ്റീവായിട്ടുള്ള ഒരാളുണ്ട്, പുതിയ ഐഡിയാസ് വരാൻ. എന്നാൽ മറ്റൊരാൾക്ക് നന്നായിട്ട് അയാൾ നല്ല ലാംഗ്വേജാണ്, നന്നായിട്ട് അയാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പേപ്പറിലാക്കാൻ അയാൾക്ക് നല്ല കഴിവാണ്. അപ്പോൾ അങ്ങനെ പല സ്കിൽ. വേറൊരാൾ ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ഒരു പ്രൊഡക്റ്റീവായിട്ട് അയാൾ കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ 3-4 പേര് കൂടി ചേർന്നാണ് ആ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ ഓരോരുത്തരുടെയും സ്കില്ല് ആ ഗ്രൂപ്പ് എന്തിനു വേണ്ടി ഫോം ചെയ്തോ അത് പെർഫോം ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. 3 ആണ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അത് ഫിസിക്കൽ എൻവയൺമെൻറ്റ് ആവാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ആവാം. അല്ലാതെ ഇപ്പം എൻവയൺമെൻറ്റൽ, ഇപ്പം പൊളിറ്റിക്കൽ പ്രഷേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സമരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതെല്ലാം ഈ 3 ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സിൻ്റെ ആവശ്യം? ആദ്യത്തേത് ഇംപ്രൂവ്ഡ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അതായത് നല്ല രീതിയിലുള്ളൊരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണെങ്കിൽ അതിനകത്തെ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒരുമിച്ച് നന്നായി വർക്ക് ചെയ്യുകയും ആ ഗ്രൂപ്പ് എന്തിനു വേണ്ടി ഫോം ചെയ്തോ ആ ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് എത്തുകയും ചെയ്യും. 2, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ. പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണെങ്കിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അവരുടെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എപ്പോഴും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് എപ്പോഴും കൂടി തന്നെ നിൽക്കും. 3, എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഗ്രൂപ്പ് ഡൈനാമിക്സ് അതായത് പരസ്പരം മനസ്സിലാക്കുന്ന, അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള ഡൈനാമിക്സ് ഉള്ളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കും. നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവരത് ഇമ്പ്രൂവ് ചെയ്യും. ഇനി കോൺഫ്ലിക്റ്റുകൾ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യും. ഇനി ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഹെൽത്തി ഡൈനാമിക്സ് ഉള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങും ആസ് യൂഷ്വൽ നല്ലത് തന്നെയായിരിക്കും. ലാസ്റ്റ് പോയിൻറ്റ്, ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറാൽ. അതായത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം, പോസിറ്റീവ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതായത് നമുക്ക് പോയി നിൽക്കുമ്പോൾ നല്ല സന്തോഷമുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ അവിടുത്തെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതായത് നമ്മൾ ബുദ്ധിമുട്ടി ചെയ്യുന്ന പോലെ നമുക്ക് തോന്നില്ല, നമുക്ക് ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു മൊറാലും ആ ഗ്രൂപ്പിൻ്റെ ഒരു മോർ പോസിറ്റീവായിരിക്കും. അല്ലാതെ അവരുടെ എൻവയൺമെൻറ്റും ഒരു എൻഗേജിങ് ആയിട്ടുള്ളൊരു വർക്ക് എൻവയൺമെൻറ്റ് ആയിരിക്കും. നമ്മളിപ്പം ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും അല്ലാതെ
നമ്മൾ ജനറലി ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ഇത് പഠിക്കുകയാണെങ്കിലും ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് 3 ടേംസ് നമ്മൾ മിസ്സാക്കാനേ പാടില്ലാത്ത 3 ടേംസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ ലോഫിംഗ്, 3 ഡി ഇൻഡിവിജ്വേഷൻ. ഇതെല്ലാം ഗ്രൂപ്പ് ഡൈനാമിക്സിൻ്റെ റിസൾട്ടായിട്ടുള്ള 3 ടേംസാണ്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഫെസിലിറ്റേഷനും സോഷ്യൽ ലോഫിങ്ങും 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആണ്. അതായത് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ മുന്നിൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് നല്ലതായിരിക്കും. അതായത് നമ്മുടെ പെർഫോമൻസ് കൂടും എന്ന് പറയുന്നതാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. അതായത് 4 ആൾക്കാരുടെ മുമ്പിലിരുന്നാണ് നമ്മളൊരു ജോലി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കത് കൂടുതൽ നന്നായിട്ട് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടാസ്ക് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്യും, നമ്മുടെ പെർഫോമൻസ് നന്നാവും എന്ന് പറയുന്നതാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഇനി ആ കൺസെപ്റ്റ് പറഞ്ഞത് നോർമൻ ട്രിപ്ലറ്റാണ്. അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സൈക്ലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പിനെ വെച്ച് പുള്ളി ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ബേസിസിലാണ് പറഞ്ഞത്. അതായത് മറ്റുള്ളവരുള്ളപ്പോൾ അവരുടെ പെർഫോമൻസ് നന്നായിരുന്നു എന്നും അല്ലാത്ത പക്ഷം ഒറ്റയ്ക്ക് മാത്രം പോകുമ്പോഴത്തേക്കും അവരുടെ പെർഫോമൻസ് അത്ര നന്നായിട്ടില്ല എന്നുള്ളതാണ് ആ സ്റ്റഡി. സൈക്ലിസ്റ്റിൻ്റെ പെർഫോമൻസ് വെച്ച് നോർമൻ ട്രിപ്ലറ്റ്, ആ പേര് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് സോഷ്യൽ ലോഫിംഗ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ നമ്മളിപ്പം അത്ര കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അതിൽ വലിയ പ്രശ്നമൊന്നും വരാൻ പോണില്ല എന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മൾ കള്ളം അടിച്ചിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഫുൾ കോൺട്രിബ്യൂഷൻ നമ്മളവിടെ കൊടുക്കാതിരിക്കുക. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോളേജിലോ സ്കൂളിലോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ കാണും. അപ്പം ചിലരെന്ത് ചെയ്യും, ചിലർ സ്വയമേ അങ്ങ് ഉഴപ്പും. അപ്പം ഞാനിപ്പോൾ അതിനകത്ത് വലിയ എഫേർട്ട് ഇട്ടില്ലെങ്കിലും ഈ സാധനം നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ആവും, അതിൻ്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കും. പക്ഷേ അപ്പോൾ ഞാനിപ്പോൾ എന്തിനാ അത്രയും മെനക്കെടുന്നത് എന്ന് വിചാരിക്കുന്നതിനെയാണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ ലോഫിങ്ങിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് മാക്സ് റിങ്കൽമാൻ ആണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത് എന്ന് വെച്ചാൽ റോപ്പ് പുള്ളിങ് എക്സസൈസ് എക്സ്പെരിമെൻ്റ്. അതായത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് വടംവലി എന്ന് പറയാം അല്ലേ. ഒരു 10 പേര് ഒരു സൈഡിൽ വടം വലിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരാൾ വെറുതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാലും അയാൾ ആ ടീമിൻ്റെ പാർട്ട് തന്നെയാണ്. അതേപോലെ ഒരു ഭയങ്കര വെയിറ്റുള്ളൊരു സാധനം ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരാൾ വെറുതെ ആക്ഷൻ കാണിക്കുകയായിരിക്കും, ഞാനിത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. കൂടുതൽ വെയിറ്റും താങ്ങുന്നത് അതിൽ 1-2 പേരായിരിക്കും. അതൊക്കെയാണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ സംഭവമാണ് ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത്. അത് ഒരാളിൻ്റെ ഐഡൻറ്റിറ്റി ഒരു ഗ്രൂപ്പിലാവുമ്പം അയാൾ സെൽഫായിട്ട് ഞാനൊരു ഇൻഡിവിജ്വലാണ്, എനിക്ക് എൻ്റേതായ ചോയ്സസ് ഉണ്ട് എന്നുള്ള അയാളുടെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി വിട്ടുപോകുന്നതിനെയാണ് ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാവുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി മാത്രം പ്രയത്നിക്കുക. അതായത് ഞാൻ എന്നൊരാൾ അതിനകത്തുണ്ട് എന്നുള്ളത് മാറി കംപ്ലീറ്റ് ആ ഗ്രൂപ്പിൻ്റെ ഒരാളായിട്ടങ്ങ് ഇഴുകിച്ചേർന്ന് മാറുക. ഇനി ഇത് ഏറ്റവും എവിഡൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, എപ്പോഴാണ് ഈ ഡി ഇൻഡിവിജ്വേഷൻ കൊണ്ട് ആൾക്കാർ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു അനോണിമിറ്റി, അതായത് അവരുടെ പേര് വെളിപ്പെടുത്തണ്ട, അവരുടെ മുഖം കാണിക്കേണ്ട, ഇന്നൊരാൾ എന്നുള്ളൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി വരാത്ത സ്ഥലങ്ങളിലാണ് എപ്പോഴും ഡി ഇൻഡിവിജ്വേഷൻ്റെ ചാൻസസ് കൂടുതൽ. അവിടെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി വേണ്ടല്ലോ, അതായത് ഒരാളും ഇയാളെ പിൻ പോയിൻ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആൾക്കാർ സ്വതവേ നാച്ചുറലി അവരുടെ ഒരു ക്യാരക്ടർ വെച്ച് അവരെങ്ങനെ പെരുമാറുമോ അതിൽ നിന്നുപരി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കും. ഇനി ഡി ഇൻഡിവിജ്വേഷനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനോണിമിറ്റി. അതായത് ആൾക്കാർ അവർ ആ ഗ്രൂപ്പിൽ അവർക്ക് ഹിഡൻ ആയിട്ടിരിക്കാം എന്നുള്ളൊരു തോന്നൽ, അത് ഈ ഡി ഇൻഡിവിജ്വേഷനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും തമ്മിത്തല്ല് എന്ന് വിചാരിക്കൂ, 2 ഗ്രൂപ്പുകൾ തമ്മിത്തല്ലാണ്. ഒരാളെന്നാൽ നോർമലി അയാൾ അടികൂടാനും ഫിസിക്കലി മറ്റുള്ള ആൾ ഉപദ്രവിക്കാനും ഒന്നും പോകാത്ത ഒരാളാണ്. പക്ഷേ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസിൽ വരുമ്പോൾ
നമ്മൾ ഒരാളായിട്ട് മറ്റൊരാളിനെ പോയി തല്ലുന്നതിനെക്കാട്ടിലും 4 പേര് കൂടി തല്ലിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. അത് സംഭവിക്കുന്ന ആ എഫക്റ്റിനെ പറയുന്നതാണ് ഡീ ഇൻഡിവിജ്വേഷൻ. അതിന് കാരണം ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ, ഒന്ന് അനോണിമിറ്റി, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സൈസ്. ഒരു ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്തോറും ഈ അനോണിമിറ്റിയും കൂടും, അവർക്ക് ഡീ ഇൻഡിവിജ്വേഷനുള്ള ആ ഒരു സിറ്റുവേഷനും കൂടി വരും. 3, അറൗസൽ, അതായത് ഹൈറ്റൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ് വരുമ്പോൾ ഡീ ഇൻഡിവിജ്വേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈറ്റൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഗ്രൂപ്പ് തമ്മിലുള്ള അടിപിടിയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ അവർ ഇമോഷണലി ഭയങ്കര ചാർജ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ പറയുമ്പോൾ എന്നാൽ അടിക്കടാ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ ഉടനെ നോർമലി അതിന് ഇറങ്ങി പുറപ്പെടാത്ത ഒരാളും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. അതിനെയാണ് ഡീ ഇൻഡിവിജ്വേഷൻ. അതായത് അവരുടെ പേഴ്സണൽ വാല്യൂസ് അവിടെ പോയി, ആ ഗ്രൂപ്പിൻ്റെ വാല്യൂസ് മാത്രം അവരങ്ങ് അഡോപ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഒന്ന് സെൻസറി ഓവർലോഡ്, 4ാമത്തെ ഫാക്ടർ. അതായത് നമ്മൾ വളരെ കെയോട്ടിക് ആയിട്ടുള്ള, നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത, വളരെ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണെങ്കിലും വളരെ കൺഫ്യൂസിങ് ആയിട്ട് നമ്മൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു പിടിയില്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് പറ്റാം? ഈ ഡീ ഇൻഡിവിജ്വേഷൻ എന്നുള്ളൊരു കാര്യം സംഭവിക്കാം. ഇനി ഈ ഡീ ഇൻഡിവിജ്വേഷൻ വന്നാൽ എന്തൊക്കെയാണ് റിസൾട്ട്, എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ഒന്ന്, റെഡ്യൂസ്ഡ് സെൽഫ് അവെയർനെസ്. നമ്മുടെ പേഴ്സണൽ വാല്യൂസ് എന്താണെന്നോ നമ്മൾ ആരാണെന്നോ പോലും നമ്മൾ മറന്നു പോകുന്നു. 2, ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. ചില കേസുകളിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഡീ ഇൻഡിവിജ്വേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലും അഗ്രസീവ് ബിഹേവിയർ കാണിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. വയലൻസ്, അല്ലെങ്കിൽ നമ്മുടെ നോർമലി ഉള്ള നമ്മളുടെ യൂഷ്വൽ സ്റ്റാൻഡേർഡ്സ് എന്താണോ അതിൽ നിന്ന് വിട്ട് നമ്മൾ വേറൊരാളിനെ പോലെ പെരുമാറാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. 4, പോസിറ്റീവ് ഗ്രൂപ്പ് ബിഹേവിയർ. ഡീ ഇൻഡിവിജ്വേഷൻ കൊണ്ട് മോശം മാത്രമല്ല, പോസിറ്റീവ് ഔട്ട്കമും ഉണ്ടാവാം. അതായത് നോർമലി ആൾക്കാരോടൊന്നും അങ്ങനെ സംസാരിക്കാത്ത ഒരാൾ പോസിറ്റീവ് ഡൈനാമിക്സ് ഉള്ളൊരു ഗ്രൂപ്പിൽ വന്നാൽ അവരുടെ സോഷ്യൽ ബോണ്ടിങ് കൂടും. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പിൽ അവർക്കൊരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് തോന്നും. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ഗ്രൂപ്പ് ബിഹേവിയറും ഡീ ഇൻഡിവിജ്വേഷൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പം ഇത്രയുമാണ് ഈ വീഡിയോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രോസോഷ്യൽ ബിഹേവിയർ, പിന്നെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അത് പാർട്ട് ബൈ പാർട്ടായിട്ട് കൊച്ചു വീഡിയോ ആയിട്ട് ചെയ്യാം. അതാകുമ്പം കേൾക്കുന്നവർക്ക് ഫോളോ ചെയ്യാനും എളുപ്പമുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് എന്നും കരുതുന്നു.